അമേരിക്കയുടെ ചരക്ക് കപ്പൽ ഇറാൻ ആക്രമിച്ച് തകർത്തതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ദുരന്തമുണ്ടായത് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വിട്ടിരിക്കുകയാണ്. അടിക്ക് തിരിച്ചടി എന്ന തരത്തിലുള്ള നയത്തിലേക്ക് തങ്ങൾ മാറിയിരിക്കുന്നു. ഇനി വിശ്രമമില്ല. എപ്പോഴാണോ അമേരിക്ക ആക്രമിക്കുന്നത് അതിന് സമയബന്ധിതമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ ആ തിരിച്ചടികൾ തീർച്ചയായിട്ടും അമേരിക്കക്ക് നേരെ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നു. ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അസ്തമിച്ചിരിക്കും. ഞങ്ങൾക്ക് അതിന് താല്പര്യമൊന്നുമില്ല. അമേരിക്കയുമായിട്ട് ഒരു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാര്യം അവർ വാക്ക് പാലിക്കാത്തവരാണ്. ആ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ പുതിയൊരു വിഷയം എടുത്തിടും. അതല്ലാത്ത രീതിയിൽ പ്രശ്നപരിഹാരം എന്ന നിലക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചുകൊണ്ട് രാജ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഒന്നും അമേരിക്കയുമായിട്ട് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. ഇറാൻ്റെ നിലപാട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് MQ-9 റീപ്പർ ഡ്രോൺ തകർത്തതായിരിക്കുന്ന വിവരം അമേരിക്ക സ്ഥിരീകരിച്ചത്. രണ്ടിൽ കൂടുതലോ ഉണ്ട് എന്ന് പറയുന്നു. ഒന്ന് തകർക്കപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു 4-5 ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ സമയത്ത് ഒന്നൊക്കെ അവർ സ്ഥിരീകരിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ കഴിഞ്ഞ പ്രാവശ്യം വ്യാപകമായിരിക്കുന്ന ആക്രമണം നടത്തുകയും വലിയ നാശം ഉണ്ടാവുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഈ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒന്ന് മാത്രമേ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടുള്ളൂ. തുടർച്ചയായ രീതിയിൽ തന്നെയാണ് ആക്രമണം നടന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ചരക്ക് കപ്പലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ്